224 ICT ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞ പേപ്പറാണ്. ഇതിൽ എന്തൊക്കെയാന്ന് പഠിക്കാനുള്ളതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് കേട്ടോ. ഒന്ന് ഇൻട്രൊഡക്ഷൻ കേട്ടോ, ഈ പേപ്പറിന് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പൊ ഈ പേപ്പർ ICT ഫണ്ടമെന്റൽസ്, ഇതിന്റെ കോഡ് BLI 224 ആണ്. ഇത് നമ്മൾ ടോട്ടലായിട്ട് 4 ബ്ലോക്സ് ഉണ്ട് നമുക്ക് ഇതിൽ പഠിക്കാൻ. 4 ബ്ലോക്സിലായിട്ട് 16 യൂണിറ്റ്സുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാ പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്ന ബേസിക്സ് ഓഫ് ICT. ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ടെക്നോളജി കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊക്കെയാ നമുക്ക് നോക്കാനുള്ളത് വെച്ചാല്, കമ്പ്യൂട്ടർ പെരിഫറൽസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒരു എക്സാമ്പിൾ പറയുകയാണ് വെച്ചാൽ മോണിറ്റർ, കീബോർഡ്, പ്രിന്റർ, സ്കാനർ, ബാർകോഡ് റീഡേഴ്സ്, പെൻ റീഡേഴ്സ് ഒക്കെ എന്താണ് കമ്പ്യൂട്ടർ പെരിഫറൽസിൽ പെടും. ഹാർഡ്വെയർസ് എന്ന് പറയുമ്പോൾ എന്താ? CPU, മദർ ബോർഡ്, റോം, റാം എന്നുള്ള നമ്മളല്ല റീഡ് ഓൺ മെമ്മറി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ അല്ലെ. അതൊക്കെയാണ് ഹാർഡ്വെയർസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ ഇത് കാര്യങ്ങളൊക്കെ എന്താണ് കമ്പ്യൂട്ടർ പെരിഫറൽസ്, എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ എക്സാമ്പിൾസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കും? പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, വിൻഡോസ്, ഉബണ്ടു ഒക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ്. അപ്പൊ അതിനെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഉബണ്ടുവിലെ കുറച്ച് കമാൻഡ്സ്, യൂട്ടിലിറ്റീസ് ഒക്കെ ഇതിൽ പഠിക്കുന്നുണ്ട്. എന്താണ് ഉബണ്ടുവിലെ നമ്മൾക്ക് പലപ്പോഴും ഉബണ്ടു യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മൾ പ്രൊഫഷണലിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ പല എന്താണ് ഉബണ്ടു നമ്മൾ പല പല കാര്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ നമുക്ക് എന്താ ഉബണ്ടു ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അതിനുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി കേട്ടോ. അപ്പൊ എന്താണ് ഈ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ് ഒരു മെഷീനിന്ന് മറ്റൊരു മെഷീനിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണേനാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഈ ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ട് എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ രണ്ട് വഴിയുണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്: അനലോഗ് കമ്മ്യൂണിക്കേഷനും ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും. അപ്പൊ ഇതെന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ മോഡ്സ് എന്താണ്? സോഴ്സ് എന്നൊരു ഡെസ്റ്റിനേഷനിലേക്ക് എന്താണ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. ഒരുപാട് വേസിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനത്തെ കുറച്ച് വേസ് എന്തൊക്കെയാണ് പറയാ? എസിൻക്രോണസ്, സിൻക്രോണസ്, ഐസോക്രോണസ് കമ്മ്യൂണിക്കേഷൻ, സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. പിന്നെ എന്താണ് കമ്മ്യൂണിക്കേഷൻ ഹാർഡ്വെയർ? എന്താണ് എല്ലാ ഹാർഡ്വെയർ കോമ്പോണൻസും എന്തിന് യൂസ് ചെയ്യുന്ന, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ എന്താണ് ഹാർഡ്വെയർ കോമ്പോണൻസിനെയാണ് നമ്മൾ എന്താ പറയുക കമ്മ്യൂണിക്കേഷൻ ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് കുറച്ച് കാര്യം, അതെന്താണ്? അതിന്റെ കുറച്ച് കുറച്ച് പ്രോട്ടോകോൾസ്, ഇപ്പൊ ICP, TCP, IP ലെയേഴ്സ് ആൻഡ് പ്രോട്ടോകോൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക്സ് ഓഫ് നെറ്റ്വർക്ക് ടെക്നോളജി. എന്താണ് അഡ്വാൻറ്റേജസ് ഓഫ് അല്ലെ, എന്തൊക്കെയാണ് നെറ്റ്വർക്ക് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് അല്ലെ. നെറ്റ്വർക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ലാൻ, മാൻ, വാൻ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെ. അതേമാതിരി മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, അങ്ങനത്തെ കുറച്ച് നെറ്റ്വർക്ക് ക്ലാസിഫിക്കേഷൻ എക്സാമ്പിൾസ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ വയർലെസ് ടെക്നോളജിയും കൂടി ഇതിൽ പഠിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി കൺവേർജൻസ് ആണ്. എന്താണ് ഈ ടെക്നോളജി കൺവേർജൻസ്? സിമ്പിൾ ആയിട്ട് പറയാ, ഇന്നത്തെ സ്മാർട്ട് ഫോൺ ഒരു ഫോൺ മാത്രമല്ല അല്ലെ. ക്യാമറ, GPS, ആപ്സ്, ഇന്റർനെറ്റ്, വോയിസ് അസിസ്റ്റന്റ്, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസും ടെക്നോളജീസും ഒക്കെ എന്താണ് ഇതിലുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരുപാട് ഫങ്ഷൻസിന്റെയും ടെക്നോളജീസിന്റെയും മിക്സിനെ നമുക്ക് എന്താണ് ടെക്നോളജി കൺവേർജൻസ് എന്ന് പറയാം. അപ്പൊ അതാണ് ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മിങ് ടുഗദർ ഓഫ് ഡിഫറെന്റ് ടെക്നോളജി സർവീസസ് നെറ്റ്വർക്ക് ഇൻ ടു എ സിംഗിൾ സിസ്റ്റം അല്ലെ. ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ടെക്നോളജീസ് അല്ലെങ്കിൽ ഡിഫറെന്റ് സർവീസസ്, നെറ്റ്വർക്കുകൾ എല്ലാം കൂടി എന്താ ഒരു സിംഗിൾ സിസ്റ്റത്തിലേക്ക് വരുന്നതിനാണ് കൺവേർജൻസ് എന്നുകൊണ്ട് പറയുന്നത്. അപ്പൊ ഇതിന്റെ കുറച്ച് ഗോള്, ഒബ്ജക്റ്റീവ്സ്, പിന്നെ ജനസിസ് ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇത് എന്താണ് കൺവേർജൻസ് ഫോക്കസ് ചെയ്യുന്നത്? ഇപ്പൊ കോസ്റ്റ് റിഡക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ഇതെന്താ കൺവേർജൻസിന്റെ ആർക്കിടെക്ചർ അല്ലേ. എന്താണ് ഈ കൺവേർജൻസ് എനേബിൾ ചെയ്യുന്ന, കൺവേർജൻസിന് സഹായിക്കുന്ന സ്ട്രക്ചറോ ഫ്രെയിം വർക്കുകളൊക്കെ പറയുന്നതാണ് എന്താണ് കൺവേർജൻസ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. പിന്നെ
പ്രോട്ടോകോൾ കൺവേർജൻസ് എന്ന് പറയുന്നുണ്ട്, ആക്സസ് കൺവേർജൻസ്, സർവീസ് കൺവേർജൻസ്, അല്ലെ, കൺവേർജൻ അപ്ലിക്കൻസ്, അങ്ങനെ അപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റിൽ. ആ യൂണിറ്റ് എടുക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പൊ ഈ ടെക്നോളജി കൺവേർജൻസ് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റ് 4 പഠിക്കുന്നത്. ഇനി അടുത്ത ബ്ലോക്ക്, ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ബ്ലോക്ക് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ബ്ലോക്ക് എന്താ, മിഡിൽ വെയർ ടെക്നോളജീസ് ആട്ടോ. ഇതിലുള്ള ഫസ്റ്റ് യൂണിറ്റ്, അതായത് യൂണിറ്റ് 5 എന്ന് പറയുന്നത് എന്താ, ഓഫീസ് ടൂൾസ്, വേർഡ് പ്രോസസ്സിംഗ്, പ്രസന്റേഷൻ ആൻഡ് സ്പ്രെഡ്ഷീറ്റ്, അല്ലേ. എന്താണെന്ന് പറഞ്ഞാല് ഇതെന്താണ് ഈ യൂണിറ്റിൽ നമ്മൾ എന്താ പഠിക്കുന്നത്, ഇത് ഓഫീസ് ടൂൾസ്, അല്ലെങ്കിൽ ഇതിന് എന്താ പറയുന്നത്, വേർഡ് പ്രോസസ്സിംഗ്, പ്രസന്റേഷൻ ആൻഡ് സ്പ്രെഡ്ഷീറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, സോഫ്റ്റ്വെയർ അപ്ലിക്കേഷൻസ് ആണ് യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഡോക്യുമെന്റ്സ്, ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെ, വേർഡ് പ്രോസസ്സിങ്ങിന്. അതേമാതിരി സ്ലൈഡ് ഷോ, ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന എങ്ങനെയാ, സ്ലൈഡ് ഷോ അല്ലെ, നമ്മൾ എം എസ് അല്ലെ, മൈക്രോസോഫ്റ്റിന്റെ PPT ഇതെല്ലാം പ്രസന്റേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന, അതിൽ PPT ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്, അല്ലെ. അപ്പൊ അതിനുള്ള സ്ലൈഡ് ഷോന്, ഡാറ്റ ഷീറ്റ്, അതായത് നമ്മൾ എക്സൽ ഒക്കെ അല്ലെ, കാൽക്കുലേഷന് കാരണം സ്പ്രെഡ് ഷീറ്റ്, അതിന്റെ എല്ലാത്തിന്റെയും കൂടിയാണ് നമ്മൾ എന്താ പറയുന്നത്, എന്താ ലിബ്ര ഓഫീസ് സൂട്ട് എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ലിബ്ര ഓഫീസ് എന്ന് പറയുന്നത് എന്താ, ഒരു ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് എന്താണ് ഓഫീസ് സൂട്ടാണ്. എന്താണ് ഈ ടൂൾസുകളൊക്കെ ഉള്ള, അതായത് ഈ റൈറ്റർ, ലിബ്ര ഓഫീസ്, കാൽക്ക്, ഇംപ്രസ് ഒക്കെ ഉള്ള ഒരു ഓഫീസ് സൂട്ടിനാണ് നമുക്ക് ഇത് പറയാം കേട്ടോ. ഇനി ലിബ്ര ഓഫീസ് സൂട്ടിൽ എന്തൊക്കെയാ ഉള്ളത്, വേർഡ് പ്രോസസ്സർ ഉണ്ട്, അതായത് റൈറ്റർ ഉണ്ട്, പ്രസന്റേഷന് നമ്മൾ ഇംപ്രസ് ഉണ്ട്, സ്പ്രെഡ്ഷീറ്റിന് കാൽക്ക് ഉണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാ വെച്ചാൽ, നമ്മൾ എം എസ് വിൻഡോസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമാവില്ലേ. അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേർഡ് ഉപയോഗിക്കും. പ്രസന്റേഷൻ എന്താ, അപ്പൊ ഞാൻ ചെയ്യുന്നത് എന്താണ്, PPT അല്ലെ, പ്രസന്റേഷൻ്റെ അത് യൂസ് ചെയ്യുന്നുണ്ട്. കാൽക്കുലേഷൻ നമ്മൾ എക്സൽ ഉപയോഗിക്കും അല്ലെ. അതിന് പകരം ലിബ്ര ഓഫീസ് സൂട്ടിൽ എന്താ, റൈറ്റർ, ഇംപ്രസ്, കാൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഉള്ളത്. അപ്പൊ അതെന്തൊക്കെയാ, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. എന്താണ് ഒരു ഡാറ്റാബേസ്, ഓർഗനൈസ്ഡ് ഡാറ്റേന്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മൾ ഷോർട്ടായിട്ട് DBMS എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സോഫ്റ്റ്വെയർസ് ആണ്. അത് എന്തിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു, ഈ ഡാറ്റാബേസസിനെ ആക്സസ് ചെയ്യാനും മാനേജ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്താ പറയുക, DBMS എന്ന് പറയുന്നത്. ഇതിന് MySQL, ഒറാക്കിളൊക്കെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, MySQL എന്നൊക്കെ ചിലപ്പോൾ. അപ്പൊ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഈ യൂണിറ്റ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ഇതിൽ പല സബ് ടോപ്പിക്കുകളുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഫയൽ ഓറിയന്റഡ് അപ്രോച്ച്, ഡാറ്റാബേസ് അപ്രോച്ച്, ഡാറ്റാബേസ് ആൻഡ് DBMS, level of abstraction in a DBMS, database environment, various DBMS architectures, types of DBMS architectures, പിന്നെന്താണ് ഡാറ്റാബേസ് സെക്യൂരിറ്റി, പോപ്പുലർ DBMS പാക്കേജസ്, ഡാറ്റാബേസ് പ്രൊജക്ട് എൻവയോൺമെന്റ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്താണ് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നിങ്ങൾ ഇപ്പം വലിയ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ആ ടൈമിൽ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ചിലപ്പോൾ ചില പല കാര്യങ്ങളും ഫസ്റ്റ് ടൈം ആയിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അപ്പം ബേസിക് ആയിട്ട് എന്താ പറയുക, ഈ ഡാറ്റാബേസും ഈ DBMS റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി യൂണിറ്റ് 7 എന്ന് പറയുന്നത് എന്താ, മൾട്ടിമീഡിയ. മൾട്ടിമീഡിയ എന്ന് പറയുന്നത് എന്താണ്, ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ, ഇതെല്ലാം കൂടിയുള്ള ഇമേജസ് എല്ലാം കൂടിയുള്ള മൾട്ടിപ്പിൾ മീഡിയാസ് ഉള്ളതിനാണ് നമ്മൾ എന്താ പറയുക, മൾട്ടിമീഡിയ അല്ലെ. അപ്പൊ ഈ യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാ പഠിക്കണേ വെച്ചാൽ, ഹൗ ടെക്സ്റ്റ്, ഇമേജസ്, സൗണ്ട് ആൻഡ് വീഡിയോസ് കം ടുഗദർ ടു മേക്ക് വെബ്സൈറ്റ്, ആപ്സ്, ഗെയിംസ് ആൻഡ് മോർ. എന്താണ് ഈ പല മീഡിയകളും ഒന്നിച്ച് വന്നിട്ട് പല ആപ്സും പല ഗെയിംസും പല വെബ്സൈറ്റുകളും ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെ ഒന്നിച്ചു വരുന്നു, പിന്നെന്താണ് ഇതിനാവശ്യമായിട്ടുള്ള പല ടൂൾസ്, ഇത് യൂസ് ചെയ്യുന്ന പല ടെക്നിക്കുകൾ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പല ജോബ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇതൊരു കുറച്ച് ലോങ് ആയിട്ടുള്ള യൂണിറ്റ്, അതാ കണ്ട ഇത്രയും സബ് ടോപ്പിക്കൽ ഈ യൂണിറ്റിലുണ്ട് കേട്ടോ. ഇനി എന്ന് പറയുന്നത് എന്താ, നമ്മൾ സെക്കൻഡ് ബ്ലോക്ക് കഴിഞ്ഞു, ബ്ലോക്ക് 3 എത്തി. എന്താണ് നെറ്റ്വർക്ക് ഫണ്ടമെന്റൽസ് എന്ന് പറയും. ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് 8 എത്താണ്, നെറ്റ്വർക്ക് ടോപ്പോളജി. എന്താണ് ഒരു ടോപ്പോളജി, ദ വേ കമ്പ്യൂട്ടേഴ്സ്, കേബിൾസ് ആൻഡ് ഡിവൈസസ് ആർ കണക്റ്റഡ് ഇൻ എ നെറ്റ്വർക്ക് ബോത്ത് ഫിസിക്കലി ആൻഡ് ലോജിക്കലി, അല്ലെ. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിലുള്ള യൂസ് ചെയ്യുന്ന കേബിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പല ഡിവൈസസ് അല്ലെ, അവർ തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഫിസിക്കലി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോജിക്കലി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിനെ ആ വേനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ടോപ്പോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പല എന്താ ഫിസിക്കൽ ആൻഡ് ലോജിക്കൽ ടോപ്പോളജീസ് ഉണ്ട്, ഫുള്ളി കണക്റ്റഡ് ടോപ്പോളജീസ്.
പിക്ചർ കാണില്ലേ, ബെസ്, സ്റ്റാർ, റിംഗ്, മെഷ്, ട്രീ, ഹൈബ്രിഡ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ടോപ്പോളജീസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഇതിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി അടുത്ത യൂണിറ്റ് 9 എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ആൻഡ് നെറ്റ്വർക്ക് അഡ്രസ്സിംഗ്. എന്താണ്, എങ്ങനെ കമ്പ്യൂട്ടേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, വാട്ട് റൂൾസ് ദേ ഫോളോ, അല്ലെ, അവരെന്തൊക്കെ റൂൾസാ ഫോളോ ചെയ്യുന്നത്, അതാണ് പ്രോട്ടോകോൾസ്. ഹൗ ദേ ആർ ഐഡന്റിഫൈ, എങ്ങനെയാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്, IP അഡ്രസ്സ് വെച്ചിട്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഹൗ സർവീസസ് ലൈക്ക് ദ ഇന്റർനെറ്റ്, മൊബൈൽ നെറ്റ്വർക്ക് ആൻഡ് ഫയൽ ഷെയറിംഗ് വർക്ക്, എങ്ങനെ എന്താണ് ഇന്റർനെറ്റ് അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്കുകൾ അല്ലെങ്കിൽ ഫയൽ ഷെയറിംഗ് ഒക്കെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാ ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്ത്, അതൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത് കേട്ടോ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ, IP, UDP, TCP, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇത്രയും കാര്യങ്ങളുണ്ട് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആ യൂണിറ്റ് എടുക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് യൂണിറ്റ് 10, എന്താണ്, പ്രോട്ടോകോൾ ആർക്കിടെക്ചേഴ്സ്, അല്ലെ. എന്താണ് ഇതിൽ പഠിക്കാനുള്ളത്? പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഡിവൈസസ് തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു, ഒരു സ്ട്രക്ചേർഡ് വേയിൽ നടക്കുന്നു എന്ന് പറയുന്നു. എന്താണ്, പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ടാണ് കമ്പ്യൂട്ടേഴ്സും ഡിവൈസസും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലേ, ഒരു സ്ട്രക്ചേർഡ് വേയിൽ നടക്കുന്നത്. വിവിധ പ്രോട്ടോകോൾ ലെയേഴ്സ്, അല്ലെ, OSI ആൻഡ് TCP/IP, ഇതിനെ കുറിച്ച് അല്ലെ, വിവിധ പ്രോട്ടോകോൾ ലെയേഴ്സ് ആയിട്ടുള്ള OSI അല്ലെങ്കിൽ TCP/IPനെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്ത്, ഈ യൂണിറ്റിൽ. പിന്നെ ബ്ലൂടൂത്ത്, ISDN, മൊബൈൽ നെറ്റ്വർക്ക് മുതലായവ എങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റ് 10 പഠിക്കാനുള്ളത് കേട്ടോ. ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അപ്ലിക്കേഷൻസ് ആൻഡ് മാനേജ്മെന്റ്. എന്താണ്, നെറ്റ്വർക്ക് സേവനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, അവ എങ്ങനെ ഉപയോഗപ്പെടുത്താം, പിന്നെന്താ, അവയെ എങ്ങനെ ശരിയായിട്ട് നിയന്ത്രിക്കാം, അല്ലെ. ടെക്സ്റ്റ് മെസ്സേജിങ്, മൾട്ടിമീഡിയ മെസ്സേജിങ്, ഇമെയിൽ, ഇന്ററാക്റ്റീവ് TV, ഇന്ററാക്റ്റീവ് മ്യൂസിക് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. എന്താ ഇതൊക്കെയെന്ന്. പിന്നെ നെറ്റ്വർക്ക് എങ്ങനെ അപ്ലിക്കേഷൻ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു, നെറ്റ്വർക്ക് ഡിലേ, പാക്കറ്റ് ലോസ്, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, നെറ്റ്വർക്ക് മാനേജ്മെന്റ് എങ്ങനെ സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട്. പിന്നെന്താ, SNMP, എന്താണ്, നെറ്റ്വർക്ക് ഡിവൈസുകൾ മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് എന്ത്, SNMP, നമ്മൾ സിമ്പിൾ നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. പിന്നെ യൂണിറ്റ് 12 എന്താണ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി, അല്ലെ. ഹാക്കേഴ്സ് അല്ലെങ്കിൽ ത്രെറ്റ്സിൽ നിന്ന് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡാറ്റ എങ്ങനെ സേഫായി വെക്കണമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയാ അതൊക്കെ വെക്കേണ്ടതെന്ന് നമ്മൾ ഇതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനാവശ്യമായ പല ടൂൾസും ടെക്നിക്കുകളൊക്കെ ഇതിന് ആവശ്യമായിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് 12 ഡിസ്കസ് ചെയ്യുന്നത്. ഇനി എന്താണ്, വൈറസസ്, അല്ലെ, സ്പൈവേഴ്സ്, ഫിഷിംഗ്, കുക്കീസ്, എൻക്രിപ്ഷൻ, ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇമെയിൽ സെക്യൂരിറ്റി, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത അവസാനത്തെ ബ്ലോക്കാണ് എന്താണ്, ഇന്റർനെറ്റ് ടൂൾസ് ആൻഡ് സർവീസസ്. ഇതിൽ യൂണിറ്റ് 13 പറയുന്നത് ഇമെയിൽ ആൻഡ് മെസ്സേജിങ്, അല്ലെ. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം ചിലപ്പോൾ ഇമെയിലൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്, ഒരു സുപരിചിതമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, അല്ലെ. എങ്ങനെ ഇമെയിൽ ആൻഡ് മെസ്സേജിങ് വർക്ക്, എങ്ങനെയാണ് ഇമെയിലും മെസ്സേജിങ്ങും വർക്ക് ചെയ്യുന്നത്, അല്ലെ. പല ടൈപ്സ് ഉണ്ട്, പിന്നെ അവരുടെ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെ. പിന്നെ അവർ ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ടൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്, അല്ലെ. വിച്ചസ് യൂട്ടിലിറ്റി ഇഷ്യൂസ് വിത്ത് മെസ്സേജിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. ഇനി അടുത്ത യൂണിറ്റ് വേൾഡ് വൈഡ് വെബ്, അല്ലെ. എന്താണ് വേൾഡ് വൈഡ് വെബ്, അറിയാം, അല്ലെ. WWW, നമ്മളിപ്പോ നെറ്റിൽ അടിക്കുമ്പോൾ എന്തൊരു സൈറ്റ് WWW. .com എന്ന് പറഞ്ഞിട്ട്, അല്ലെ. അപ്പൊ WWWന്റെ ഫുൾ ഫോം എന്താ, വേൾഡ് വൈഡ് വെബ്, അല്ലെ. അപ്പൊ വേൾഡ് വൈഡ് വെബ് എന്തൊക്കെയാണ്, അല്ലെ. എന്താണ് മാർക്കപ്പ് ലാംഗ്വേജസ്, എന്താണ് ഈ വെബ് 2.0, അല്ലെ. എന്താണ് ഈ 2.0 ടൂൾസ് ഓവർ സിമാൻറ്റിക് വെബ് എന്ന് പറയുന്നത് എന്താണ്, സിമാൻറ്റിക് വെബ് എന്ന് പറയുന്നത് എന്താണ്, വെബ് ഡാറ്റയ്ക്ക് മീനിങ് നൽകുന്ന ഒരു സിസ്റ്റമാണ് എന്താണ് സിമാൻറ്റിക് വെബ് എന്ന് പറയുന്നത്. ഇത് കമ്പ്യൂട്ടറുകൾക്ക് ഡാറ്റ മനസ്സിലാക്കാനും ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒരു സംഭവമാണ് സെമാൻറ്റിക് വെബ് എന്ന് പറയുന്നത്. എന്താണ് വെബ് 2.0, അതിന്റെ ഇമ്പാക്റ്റുകൾ എന്താണ് മാർക്കപ്പ് ലാംഗ്വേജസ്, അല്ലെ. വേൾഡ് വൈഡ് വെബ് എന്താ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്.
ഇനി അടുത്ത യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെർച്ച് എഞ്ചിനുകൾ അല്ലെ. നമ്മളിപ്പോ എക്സാമ്പിൾ ഇത് അതിൽ പറഞ്ഞ എന്താണ്, ഗൂഗിൾ, യാഹൂ, ആസ്.com, MSN, ബിങ്, അബോട്ട്. ഇതിൽ ഗൂഗിൾ യാഹൂ ഒക്കെ നമുക്ക് പരിചയമായിരിക്കും, നമ്മൾ അധികം യൂസ് ചെയ്യുന്ന ഗൂഗിൾ അല്ലെ. അതെന്താണ്, ഒരു സെർച്ച് എഞ്ചിൻ ആണ് എന്ത്, ഗൂഗിൾ. അപ്പൊ എന്താണ് ഈ സെർച്ച് എഞ്ചിൻ, എത്ര ടൈപ്സ് ഉണ്ട്, ഇവരെ ഫീച്ചേഴ്സ് എന്താ, ഈ ഒരു ആർക്കിടെക്ചർ എന്താ, ഇവരുടെ ചലഞ്ചസ് എന്താ, അതൊക്കെയാണ് നമ്മൾ എന്താണ് ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഇനി അവസാന യൂണിറ്റ് ആയിട്ടുള്ള എന്താണ്, ഇന്ററാക്റ്റീവ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് സർവീസസ്. എന്താണ്, പല സ്ഥലങ്ങളിലായി പ്രചരിച്ച സേവനങ്ങൾ എങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് കിടക്കുന്ന സേവനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെ, യൂസേഴ്സ് അവയുമായിട്ട് എങ്ങനെ ഇടപെടുന്നു അല്ലെ, പ്രൈവസി സേഫ്റ്റി എങ്ങനെ ഉറപ്പാക്കണം, അവരെ സെക്യൂരിറ്റി പ്രൈവസി ഇഷ്യൂസ് അല്ലെ. ഡിസ്ട്രിബ്യൂട്ടഡ് സർവീസ് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പല ഇതിലായിട്ട് കിടക്കുന്ന അല്ലെ, ഇങ്ങനെ കിടക്കുന്ന എന്താ സാധനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും, ഇവരൊക്കെ എങ്ങനെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അല്ലെ, യൂസേഴ്സ് എങ്ങനെയാണ് ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താ യൂണിറ്റ് 16 പഠിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്താണ് ഈ ഒരു പേപ്പറിൽ പഠിക്കാനുള്ള. ഇതിൽ ചില ചെറിയൊരു പോർഷൻസ് ഒക്കെ നിങ്ങൾ ഇതിന് മുന്നേ പഠിച്ചതായിരിക്കും, കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജസ്റ്റ് പേര് കേട്ടിട്ടുണ്ടാവും, എന്താണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പഠിക്കണം. നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യുമ്പോൾ പുതിയ പുതിയ ഭൂരിഭാഗം നിങ്ങൾക്ക് പരിചയമില്ലാത്ത പല കാര്യങ്ങളാവും അല്ലെ. നമ്മൾ ഒരു ലൈബ്രറി പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്നത്തെ ലൈബ്രറി പ്രൊഫഷണൽക്ക് എന്തായാലും നെറ്റായിട്ട് അല്ലെ കമ്പ്യൂട്ടറായിട്ട് വളരെ നോളേജ് ഉള്ള ഒരാളായിരിക്കണം അല്ലെ. എല്ലാം ഓട്ടോമേറ്റഡ് ലൈബ്രറീസ് ആണ്. അപ്പൊ പല പല സോഫ്റ്റ്വെയറുകൾ വരുന്നുണ്ട്, അപ്പൊ അത് യൂസ് ചെയ്യാനൊക്കെ നമുക്ക് അറിയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കുന്നത്. ICT ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണം, കമ്പ്യൂട്ടർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതിന്റെ ഒരു എന്താ തിയറി പേപ്പറാണ് ഇതുള്ള, പല കാര്യങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ആ യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാവും എന്താ ഓരോ കാര്യങ്ങളെന്ന്. ഞാൻ ജസ്റ്റ് ചുമ്മാ വളരെ ഷോർട്ടാക്കി ഓരോ യൂണിറ്റിൽ എന്താ ഉള്ളതെന്ന് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. താങ്ക് യു.